ഹർഷോ, ഇപ്പോൾ ജലീൽ ഉന്നയിച്ച ആരോപണങ്ങൾ അത്രത്തോളം ഗൗരവത്തോടെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേസെടുത്ത അന്വേഷണത്തിലേക്ക് നീങ്ങണം. ഇതാണ് ഇപ്പോൾ ഷാഫി ചാലിയം പറയുന്നത്. അതൊരു വെല്ലുവിളി സ്വഭാവത്തിൽ ഉള്ള ഒരു പ്രതികരണമായിട്ട് കൂടിയാണ് ഞാൻ കാണുന്നത്. കാരണം ബിസിനസ് ചെയ്യാത്ത രാഷ്ട്രീയ പ്രവർത്തകർ ഇല്ല എന്ന് വേണമെങ്കിൽ ഒരു തരത്തിൽ പറയാം. ദേശീയ തലത്തിലൊക്കെ നോക്കിയാൽ BJP-യിലെ പല നേതാക്കളും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബിസിനസ്സാണ് അടിത്തറ, അതോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരായി മാത്രം അവരെ കാണുന്നു, പക്ഷേ അവർ വലിയ ബിസിനസ് നടത്തുന്നവരാണ്, പ്രധാനപ്പെട്ട വലിയ നേതാക്കളടക്കം. ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഇതിപ്പോൾ ലീഗിലെ ചില നേതാക്കൾക്ക് മാത്രമാണ് ബിസിനസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് CPM-ലേക്ക് എത്തിയാൽ അവിടെയും ആ തരത്തിലുള്ള ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങളൊക്കെ വരാനുള്ള സാധ്യത അവിടെ നിൽക്കുകയല്ലേ ഹർഷോ? സ്മൃതി, ഇതില് ഷാഫി ചാലിയത്തിന്റെ ഭീഷണിയൊന്നുമില്ല. കാരണം സാധാരണ അദ്ദേഹത്തിന്റെ ചർച്ചകളിൽ ഉണ്ടാവാറുള്ള വെല്ലുവിളിയുടെ വീര്യമൊന്നും ഈ ചർച്ചയ്ക്കകത്ത് അദ്ദേഹം ഉയർത്തുന്ന ഒരു വാദത്തിലുമില്ല എന്നുള്ളത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അദ്ദേഹം സാധാരണ അല്ലല്ല, അത് പതിവായി സ്മൃതി കയറി ഇടപെടുന്നത് പോലെ ഇടപെടാത്തത് കൊണ്ട് ഞാൻ സംയമനം പാലിച്ചിരിക്കുന്നതാണ്. അതവിടെ നിൽക്കണം, നമുക്ക് സമയം അപഹരിച്ച് കളയേണ്ടതില്ല. അപ്പോൾ അദ്ദേഹം ആവർത്തിച്ച് ഒന്നിലധികം തവണ തെറ്റായ ഒരു വിവരം ഈ ചർച്ചയ്ക്കകത്ത് പങ്കുവെച്ചുകൊണ്ട് കത്വ ഫണ്ട് തട്ടിപ്പിനകത്ത് PK ഫിറോസിനെ വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി വലിയ ശ്രമം നടത്തുന്നത് കണ്ടു. അദ്ദേഹം പച്ചക്കള്ളാണ് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ PK പച്ചക്കള്ളാണോ പെരുങ്കള്ളനാണോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ സംവാദം സാമൂഹ്യ മാധ്യമങ്ങൾക്കകത്ത് നടക്കുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ. ഈ കത്വ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്നു വരുന്നത് അത് ഇടതുപക്ഷമോ CPM-ഓ DYFO അല്ല പരാതി ആദ്യമായി ഉയർത്തുന്നത്. യൂത്ത് ലീഗിനകത്ത് അവരുടെ കമ്മിറ്റിക്കകത്തുള്ള ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് വലിയ തോതിൽ കത്വയിലെ പെൺകുട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ട് നിയമസഹായം ഉൾപ്പെടെയുള്ളവ പറഞ്ഞുകൊണ്ട് സമാഹരിച്ച പണം PK ഫിറോസ് കട്ടു എന്ന നിലയിലേക്കുള്ള പരാതി ഉയർത്തിക്കൊണ്ടുവന്നത്. എന്നിട്ട് അദ്ദേഹം ആവർത്തിച്ച് പറയുക പിണറായി വിജയന്റെ പോലീസ് ക്ലീൻ ചിറ്റ് നൽകി എന്നുള്ളത് തെറ്റായ വസ്തുത. ഈ പറഞ്ഞ കേസുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കുന്ദമംഗലം കോടതിക്കകത്ത് സമർപ്പിക്കപ്പെടുന്ന നിലയുണ്ടായി. അത് സമർപ്പിച്ച കുന്ദമംഗലം പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറുടെ പേര് യൂസഫ് എന്നുള്ളതാണ്. യൂസഫ് നടത്തറമ്പൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ സന്തത സഹചാരിയായിട്ടുള്ള സഹയാത്രികനാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ലീഗിന്റെ പ്രതിനിധിക്ക് സംശയം ഉണ്ടാകില്ല. അദ്ദേഹം കൊടുത്തൊരു കള്ള റിപ്പോർട്ട്, യൂസഫ് നടുത്തറമ്പൻ കൊടുത്ത കള്ള റിപ്പോർട്ടിന്റെ പുറത്ത് തുടർ അന്വേഷണം ഉണ്ടാകുകയും ആ കള്ള റിപ്പോർട്ട് കൊടുത്തതിന്റെ പേരിൽ ഈ ഇൻസ്പെക്ടറെ 6 മാസത്തേക്ക് ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്യുകയും സസ്പെൻഷൻ പീരീഡിന് ശേഷം കുന്നമംഗലത്ത് നിന്ന് ട്രാൻസ്ഫർ ചെയ്ത്, ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അദ്ദേഹം കാസർഗോഡ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലാണ് നിലവിലുള്ളത് എന്നുള്ളതാണ്. ആ നടപടിയെടുക്കപ്പെട്ട ഒരു വിഷയത്തെയാണ് ഇദ്ദേഹം പിണറായി വിജയന്റെ പോലീസ് ക്ലീൻ ചിറ്റ് നൽകി ഫണ്ട് തട്ടിപ്പ് കേസിൽ ഇപ്പോൾ നടപടികൾക്ക് സ്റ്റേ അല്ലേ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. കുന്നമംഗലം കോടതിക്കകത്ത് നിലവിലാ കേസിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ഈ PK ഫിറോസ് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് നിശ്ചിത സമയപരിധിയിലേക്ക് സ്റ്റേ നേടുന്ന നിലയുണ്ടായിട്ടുണ്ട്. വളരെ സ്വാഭാവികമായിട്ടുള്ള നടപടി. അതിലെ പരാതിക്കാരൻ നിലവിലും നിയമ നടപടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ഹൈക്കോടതിയിൽ അപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്ന നിലയുണ്ടായിട്ടുണ്ട്. ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യപ്പെടുക തന്നെയും ഈ പറഞ്ഞ പോലെ അതിനകത്തൊരു ക്ലീൻ ചിറ്റും ഉണ്ടായിട്ടില്ല. നിലവിലുള്ള കോടതി നടപടിക്രമങ്ങൾ അവസാനിച്ചിട്ടില്ല. താൽക്കാലികമായി 6-7 മാസത്തേക്ക് ഹൈക്കോടതി ആ കോടതി നടപടിക്രമങ്ങൾ സ്റ്റേ ചെയ്തു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ആ കേസുമായി ബന്ധപ്പെട്ട്, ഫണ്ട് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഒരു ക്ലീൻ ചിറ്റും ഈ പറഞ്ഞ PK ഫിറോസിനെ കോടതിയും നൽകിയിട്ടില്ല, പോലീസ് സംവിധാനവും നൽകിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുത നമ്മുടെ മുൻപിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതായിട്ടില്ല. ഇതിലെ വിഷയം എന്താ പ്രിയപ്പെട്ട ഷാഫിക്ക? ഇതിലെ വിഷയം 2021 തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അല്ല, ഞാൻ പറഞ്ഞോട്ടെ, 2021 അതെ ഓക്കെ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ അഫിഡവിറ്റ് ഒന്ന് പരിശോധിച്ച് നോക്കിയേ. 45 ലക്ഷം റുപ്യന്റെ വലിയ സാമ്പത്തിക ബാധ്യതയുമായി നിൽക്കുന്ന ഒരാൾ
ആ സാമ്പത്തിക ബാധ്യത അതിന്റെ തുടർച്ചയിൽ നമ്മൾ പല ചർച്ചകൾക്കിടയിൽ സംവാദങ്ങൾക്കിടയിൽ കണ്ടു. അദ്ദേഹത്തിന് ഒരു വീട് വെക്കുന്നതിന് വേണ്ടി നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകന്റെ അച്ഛൻ പണം കൊടുത്ത് എങ്ങനെയും ഒരു വീടൊക്കെ തട്ടിക്കൂട്ട് എന്ന് പറഞ്ഞതിന്റെ അനുഭവം ഒക്കെ നമ്മുടെ നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊട്ടിപ്പുറത്ത് 2021 2025 എത്തുമ്പോൾ അദ്ദേഹം ഫ്രൈഡ് ചിക്കന്റെ കട തുടങ്ങുന്നത് ഇവിടെ നമ്മളെ പ്രശ്നമല്ല. ആ ഫ്രൈഡ് ചിക്കന്റെ കടേന്റെ ഒരു ഫ്രാഞ്ചൈസിക്ക് വേണ്ടി 40 ലക്ഷം രൂപ മുടക്കണം. അങ്ങനെ 2 ഷോപ്പ് 40 ലക്ഷം റുപ്യ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പണം എവിടെ നിന്ന് എന്നുള്ളതാണ് ചോദ്യം. ആ പണം എവിടെ നിന്ന് എന്ന ചോദ്യം വരുമ്പോൾ ഈ പറഞ്ഞ കത്വയിലെ പെൺകുട്ടിയുടെ മരണത്തെ വിറ്റ് സമാഹരിച്ച പണം മോഷ്ടിച്ചതാണോ ആ പണം എന്നതാണ് ചോദ്യം. ഈ പറഞ്ഞ ധോത്തി ചലഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫണ്ട് ദേശീയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് അടച്ചു എന്നാണ് നേരത്തെ ഷാഫി ചാലിയം പറഞ്ഞത്. അല്ല, ഇവര് ദേശീയ കമ്മിറ്റിയുടെ എന്നല്ല, ഈ കത്വയിലെ പെൺകുട്ടിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം റുപ്യ അടച്ചു എന്നുള്ളതായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. നിങ്ങൾ 2021 ലീഗിന്റെ നേതാക്കന്മാരുടെ ബൈറ്റ് എടുത്ത് പരിശോധിക്കുക. അങ്ങനെയായിരുന്നു ആദ്യകാലത്ത് ഇവരുടെ പ്രചരണം. ഞങ്ങൾ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഈ പറഞ്ഞ പോലെ പണം അടച്ചു. ആ പെൺകുട്ടിയുടെ അമ്മയുടെ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് പിന്നീട് പുറത്തേക്ക് വന്നു. അങ്ങനെ ഒരു പണവും അവിടെ എത്തിയിട്ടില്ല എന്നതിനെ സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തേക്ക് വന്നു. ഈ ഘട്ടത്തിലും ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപിലുള്ളതാണല്ലോ ഈ ഫണ്ട് വെട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരെങ്കിലും ആണോ? അല്ലെന്നേ, ഫിറോസിന്റെ കമ്മിറ്റിക്കകത്തിരിക്കുന്ന ലീഗുകാരും യൂത്ത് ലീഗുകാരോ പറഞ്ഞത് ഇയാൾ കട്ടുകൊണ്ട് പോയി എന്നുള്ളത്. ഇനി ആ കട്ട പണമാണോ ഈ പറഞ്ഞ ഫ്രൈഡ് ചിക്കന്റെ കടയായി ഉയർന്നത് എന്നതാണ് പൊതുസമൂഹത്തിനകത്ത് ഉയരുന്ന ചോദ്യം. അവിടെ അവസാനിക്കുന്നില്ല. ഷാഫി ചാലിയും ഇടക്കിടക്ക് ഇനിയിപ്പോ ഇയാൾ PK ഫിറോസ് വിരുദ്ധ ചേരിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇദ്ദേഹം ഇടക്കിടക്ക് മയക്കുമരുന്ന് പറയുണ്ടായിരുന്നു. ഇനി പൊതുസമൂഹത്തിന് സംശയിച്ചൂടെ? ഇപ്പൊ ജയിലിൽ കഴിയുന്ന ഇദ്ദേഹത്തിന്റെ PK ഫിറോസിന്റെ അനിയൻ, ഇദ്ദേഹം നാട്ടിലെ പ്രധാനപ്പെട്ട മയക്കുമരുന്ന് വ്യാപാരിയായിരുന്നു എന്നുള്ളതാ കണ്ടെത്തല്. അങ്ങേര് മയക്കുമരുന്ന് വ്യാപാരം നടത്തി അതിൽ നിന്നും ഉണ്ടാക്കിയ പണം ഉപയോഗപ്പെടുത്തിയിട്ടാണോ ഈ ഫ്രൈഡ് ചിക്കന്റെ കട പടുത്തുയർത്തിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് നാടിനകത്ത് സംശയം ഉയർന്നു കഴിഞ്ഞാൽ അതിനെ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് ഉത്തരവാദിത്വമില്ലേ? അതാണ്. അല്ലാതെ ഇയാൾ ഫ്രൈഡ് ചിക്കന്റെ കട ഉണ്ടാക്കുന്നതോ ഫ്രൈഡ് ചിക്കനും മന്തിയും കഴിക്കുന്നതോ അല്ല ഈ നാടിനകത്തുള്ള മനുഷ്യരുടെ പ്രശ്നം. ഇനി നേരത്തെ പറഞ്ഞാൽ ഇദ്ദേഹത്തിന് 8 കൊല്ലത്തിന് മേലെയായിട്ട് ഇദ്ദേഹത്തിന് ജോബ് വിസ ഉണ്ട്. ആ ജോബ് വിസ 2021 മാത്രം അദ്ദേഹം ഈ പറഞ്ഞ പോലെ അത് പുതുക്കാതിരിക്കുന്നതിന്റെ കാര്യം 2020 വരെയുണ്ട്. 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ജോബ് വിസയും ഇല്ല, ഒന്നുമില്ല. ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് രേഖകളിലില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റു. തൊട്ടടുത്ത മാസങ്ങളിൽ വീണ്ടും ജോബ് വിസ. ഈ പണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ നിന്നും പല പേരിൽ സമാഹരിച്ച് ഈ പറഞ്ഞ പാവപ്പെട്ട ലീഗുകാരൻ വേർപ്പ് വെള്ളാക്കിക്കൊണ്ട് നാട്ടിൽ കൂടെ നടന്ന് പിരിച്ച് ഈ പറഞ്ഞ പല മനുഷ്യരുടെ പേര് പറഞ്ഞ് സമാഹരിച്ച് ആ പണം എടുത്തിട്ട് ആ പണം വെട്ടി ആ പണം റിവേഴ്സ് ഹവാല വഴി അങ്ങ് വിദേശ നാട്ടിലേക്ക് എത്തിച്ച് ഈ പറഞ്ഞ പോലെ അത് വെളുപ്പിച്ച് തിരിച്ച് അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നതാണോ എന്ന ചോദ്യം ഇവിടെ ഉയരുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം കേട്ടുചൊല്ലിന് ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറയായിരിക്കും. പക്ഷെ അദ്ദേഹം പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ ഭാരവാഹിയാണ്. അത് അതിന്റെ വസ്തുത എന്ത് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൊതുജനത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനുണ്ട് എന്നതിൽ ഒരു തർക്കമില്ല. ഇനി ഈ പാർട്ട് ടൈം ജോലിക്ക് എവിടുന്നാണ് സമയം എന്നാണ് നമുക്ക് സംശയം തോന്നുന്നത്. ഞാൻ പിന്നെ പറമ്പിലെ 4 ഷീറ്റ് കൊണ്ടുപോയി കടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ചയായിട്ട് വിട്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എനിക്കതിൽ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഫിറോസിന്റെ മാരിക്ക് ഒരു സംസ്ഥാന ഭാരവാഹി ഒന്നുമല്ല ഞാൻ ഈ പറഞ്ഞ DF സംസ്ഥാന കമ്മിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. നമുക്ക് കിട്ടുന്നില്ല ഈ സമയം. നമുക്ക് ഇങ്ങനെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനൊക്കെ പണിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ ഒരു സംസ്ഥാന ഭാരവാഹി ഇതിന്റെ കീ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാള് അദ്ദേഹം പാർട്ട് ടൈം ജോലി ആയിട്ട് ദുബായിൽ സംഘടനയുടെ അതെ ആയിക്കോട്ടെ. അതിനെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തല്ലേ. ആ ചർച്ചയ്ക്ക് അല്ലല്ല ആർഷോ അതുകൂടി പറയണം. കാരണം ബിസിനസ്സിനിടയ്ക്ക് പ്രചാരണത്തിന് പോലും സമയമില്ലാതെ അദ്ദേഹം അവസാന ദിവസം വന്ന് പ്രചാരണത്തിനില്ലേ. സ്മൃതി PV അൻവറിന്റെ വക്കാലത്ത് എടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അത് വിട്. അങ്ങനെ PK ഫിറോസിനെ വെളുപ്പിക്കാൻ വേണ്ടി എന്ത് വെളുപ്പിക്കലാണ് ഉണ്ടായിരുന്ന ഒരു ബിസിനസ്സുകാരനെ പറ്റി ചോദിക്കുമ്പോൾ എന്തിനാണ് ആർഷോ അങ്ങനെ മറുപടി പറയുന്നത്? ആർഷോ ഇപ്പോൾ നിങ്ങളുടെ ഭാഗമല്ല, പക്ഷെ നിങ്ങളുടെ ഭാഗമായിട്ട് ബിസിനസ്സുകാരനായിരിക്കുമ്പോഴാണ്. അപ്പോൾ ഈ സമയത്തെ കുറിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നില്ലല്ലോ. ആയിക്കോട്ടെ. അയാള് ഏതോ കാലത്ത് ബിസിനസ് തുടങ്ങി. അയാൾ ബിസിനസ്സുകാരനായിരുന്നല്ലോ.
ബിസിനസ്സുകാരനായിരിക്കെ തന്നെയല്ലേ അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത്. ഇനി പി കെ ഫിറോസിന്റെ സ്ഥിതി ഇതായിരുന്നോന്നേ, അത് വ്യക്തമാക്കിയാൽ മതി. പി കെ ഫിറോസ് ഈ പറഞ്ഞ പോലെ തലമുറകളായി ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണോ ആ ബിസിനസിന്റെ തലമുറകളായി ചെയ്യുന്നവർക്കേ ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടോ? അങ്ങനെയുണ്ടോ? അതെന്തൊരു ലോജിക്കാണ്? ഇല്ല 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 ഇല്ല, ഒരു ലോജിക്കില്ല സ്മൃതി. ഞാൻ ചോദിച്ചാൽ അതിന് മുമ്പ് എന്റെ ചോദ്യം എന്തായിരുന്നു? 2021 തെരഞ്ഞെടുപ്പ് നിൽക്കാൻ കഴിയാത്ത എത്തുമ്പോ 4 കൊല്ലത്തിനിടയിൽ 40 ലക്ഷം 80 ലക്ഷം റുപ്യ ഈ ഫ്രൈഡ് ചിക്കനിൽ കൊണ്ടുവരാൻ വേണ്ടി പൈസ എവിടുന്നാണ്? Debate with Smriti Parathikkad.